നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും, കൊച്ചിയെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് ഇന്ന് 1 വയസ്സ് തികയുന്നു. 9 ദിവസമാണ് കൊച്ചി പുകയിൽ മുങ്ങിപ്പോയത്. തീപിടുത്തത്തിൻ്റെ നാൾവഴിയിലേക്കാണ് നമ്മൾ ഒന്ന് പോകുന്നത്. 2023 മാർച്ച് 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് തീ പുകഞ്ഞു തുടങ്ങിയത്. ആദ്യം സാധാരണ തീപിടുത്തമെന്ന് കരുതി കെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. പിന്നീട് അതൊരു അഗ്നിജ്വാലയായി മാറി. അതോടെ കൊച്ചി ശ്വാസം മുട്ടി. അങ്ങനെ ശ്വാസം പിടിച്ച് കൊച്ചി കഴിഞ്ഞത് 9 ദിവസങ്ങൾ. വിഷപ്പുക കിലോമീറ്ററുകൾ താണ്ടി കൊച്ചിയുടെ തീരദേശത്തേക്ക് പോലും എത്തി. 1 കിലോഗ്രാം പ്ലാസ്റ്റിക് കത്തിയാൽ ഉണ്ടാകുന്നത് 180 ഗ്രാമോളം ഡയോക്സിൻ. ഇതിനു പുറമെ ഫുറാൻ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളും കൊച്ചിയിൽ ഒന്നാകെ പ്രചരിച്ചു. കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം, ശ്വാസം മുട്ടൽ മൂലം ഗുരുതര രോഗങ്ങൾ അനുഭവപ്പെട്ടു. കൊച്ചി ആകെ പ്രതിസന്ധിയിലായി. വിഷപ്പുകയിൽ കൊച്ചി അമരുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർന്നു. അഗ്നിശമന സേന കൊച്ചിൻ കോർപ്പറേഷന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയർ ഹൈഡ്രന്റുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ്. ഫയർ വാച്ചർമാരുണ്ടായിരുന്നില്ല, CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സിന് അങ്ങോട്ടേക്ക് എത്താൻ കൃത്യമായി റോഡ് പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാമാണ് ഈ തീപിടുത്തത്തിൻ്റെ ആക്കം കൂട്ടിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ കൊച്ചിൻ കോർപ്പറേഷന് 14.92 കോടി രൂപയുടെ പിഴയുമിട്ടു. ഒടുവിൽ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. മാർച്ച് 9-ാം തീയതി ഹൈക്കോടതി നിരീക്ഷണ സമിതിയെയും നിയോഗിച്ചു. അതിരൂക്ഷ വിമർശനമാണ് കോർപ്പറേഷന് കേൾക്കേണ്ടി വന്നത് കോടതിയുടെ ഭാഗത്തു നിന്ന്. ഏറ്റവും ഒടുവിൽ കോർപ്പറേഷൻ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് കോടതി ഞെട്ടി. അവസാനം മാർഗനിർദ്ദേശം നൽകി സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി കോർപ്പറേഷന് മുൻപിൽ നിർദ്ദേശം വെച്ചു. ബ്രഹ്മപുരത്തെ ബയോമൈനിങ്ങിന് കരാർ ഏറ്റെടുത്ത സോൺട ഇൻഫ്രാടെക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. 2019 വിജിലൻസ് അന്വേഷണം നേരിട്ട കമ്പനിക്ക് എങ്ങനെയാണ് 2020 കരാർ ലഭിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ചില CPIM നേതാക്കളുടെ പേരുൾപ്പെടെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. 9 മാസത്തിനുള്ളിൽ ബയോമൈനിങ് പൂർത്തിയാക്കണം എന്നതായിരുന്നു കരാർ വ്യവസ്ഥ. പക്ഷേ 1 വർഷം പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല. പിന്നെയും കരാർ വർദ്ധിപ്പിച്ചു നൽകി കൊച്ചിൻ കോർപ്പറേഷൻ. ബയോമൈനിങ് പൂർത്തിയാക്കാത്ത കമ്പനിക്ക് അഡ്വാൻസ് തുകയും നൽകിയെന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഏറ്റവും ഒടുവിൽ സോൺടെക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ കണ്ടെത്തി. ഒപ്പം അവരെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തു. തദ്ദേശ സ്ഥാപനം വീഴ്ച വരുത്തിയെടുത്ത കൊച്ചിക്കാർ ബിഗ് സല്യൂട്ട് നൽകിയത് ഫയർഫോഴ്സിനും സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കും. 12 ജില്ലകളിൽ നിന്നായി 650 സേനാംഗങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിയത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർ തീയണക്കുന്ന നടപടിയിലേക്ക് പ്രവേശിച്ചു. ഏറ്റവും ഒടുവിൽ 9-ാം ദിവസം തീ നിയന്ത്രണ വിധേയമായി. കൊച്ചിക്ക് വലിയ ആശ്വാസം. ഏറെ നാളായി ഇരുണ്ടിരുന്ന കൊച്ചിയുടെ ആകാശം പതിയെ വെളുത്തു തുടങ്ങി. കടമ്പറയാർ തെളിഞ്ഞൊഴുകി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന നഗരസഭ കോടതിക്ക് ഉറപ്പ് നൽകി. ഈ ഉറപ്പുമേലുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിക്കാർക്ക് ഒന്നാകെ പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രം: ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ 2023 സംഭവിച്ച പോലൊരു തീപിടുത്തം ഇനി ഉണ്ടാകരുത്. കൊച്ചിയെ ശ്വാസം മുട്ടിക്കരുത്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം പോലെ ഒന്ന് കൊച്ചി നഗരത്തിൽ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള മുൻകരുതലൊക്കെ കോർപ്പറേഷനും മറ്റുള്ള അധികൃതരും എടുക്കട്ടെ.